നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം. ISLലെ മാച്ച് വീക്ക് 2 അവസാനിച്ചല്ലോ. മാച്ച് വീക്ക് 2 കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ചെന്നൈയിൻ FCയും ഹൈദരാബാദ് FCയും ഓരോ കളികൾ മാത്രമേ കളിച്ചുള്ളൂ. ബാക്കി എല്ലാ ടീമുകളും 2 വീതം കളികൾ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോയിന്റ് പട്ടിക എടുത്താൽ 6 പോയിന്റുമായിട്ട് 3 ടീമുകളുണ്ട്. ബംഗളൂരുവും ജംഷഡ്പൂരും പഞ്ചാബ് FCയും. അവരാണ് 1, 2, 3 സ്ഥാനങ്ങളിലെങ്കിൽ 4 പോയിന്റുള്ള മോഹൻ ബഗാൻ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ചെന്നൈയിൻ FCക്കും കേരള ബ്ലാസ്റ്റേഴ്സിനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും 3 വീതം പോയിന്റുകളാണ്. അവർ യഥാക്രമം 5, 6, 7 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ഇതിൽ ചെന്നൈയിൻ ഒരു കളിയെ കളിച്ചുള്ളൂ എന്ന കാര്യം ഓർക്കുക. എന്നാലും ഈ മാച്ച് വീക്ക് 2 കഴിയുമ്പോഴുള്ള ഇന്ത്യൻ ടീം ഓഫ് ദി വീക്ക്, മികച്ച പ്രകടനം നടത്തിയവരുടെ പട്ടിക തയ്യാറാക്കിയിട്ട് ഒരു ടീം ഓഫ് ദി വീക്ക് ഇപ്പോൾ IFTWC പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ 2 ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുണ്ട്. ഗോൾ കീപ്പറായിട്ട് FC ഗോവയുടെ കട്ടിമണിയാണ് ഇതിലുള്ളതെങ്കിൽ ഡിഫൻസിൽ ഇപ്പോൾ ജംഷഡ്പൂർ FCയുടെ ഉവൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീതം കൊട്ടാൽ, ബംഗളൂരുവിൻ്റെ രാഹുൽ ബേക്കെ എന്നിവർ ഇടം പിടിക്കുന്നു. പിന്നെ മധ്യനിരയിലേക്ക് വരും ഇരു പാർശ്വങ്ങളിലായിട്ട് പഞ്ചാബ് FCയുടെ അഭിഷേകും അതുപോലെ തന്നെ ലുങ്ഡിയുമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. പിന്നെ മധ്യനിരയിൽ തന്നെ വിപിൻ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരം വിപിൻ ഇടം പിടിച്ചിരിക്കുന്നു. ഒപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമായിട്ടുള്ള മായക്കണ്ണനും ഇടം പിടിച്ചിരിക്കുകയാണ്. ഇനി മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പഞ്ചാബ് FC താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പോയ നിഹാലുണ്ട്. പിന്നെ ഛേത്രി, എവർഗ്രീൻ ഛേത്രി കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്നു. കൂടാതെ ജംഷഡ്പൂർ FCയുടെ ഇമ്രാനുമുണ്ട്. ഇതാണ് ഇന്ത്യൻ ടീം ഓഫ് ദി വീക്ക്. ഒപ്പം കോച്ചായിട്ട് ഖാലിദ് ജമീലിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3-4-3 ഫോർമേഷനിലാണ് ഈ ഒരു സ്ക്വാഡ് ഇപ്പോൾ അവർ പുറത്തുവിടുന്നത്. എന്നാൽ ഇപ്പോൾ ISL ഫാൻറ്റസി ഓഫ് ദി വീക്ക്, ആ ഒരു ഫാൻറ്റസിയിലെ ബെസ്റ്റ് ടീമിനെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ നോക്കുക, 2 ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുണ്ട് ആ ഒരു ടീമിലും ഉണ്ടായിരുന്നു. ഒന്ന് സന്ദീപും മറ്റൊന്ന് നോഹ് സദോയിയുമാണ്. ഈ ബെസ്റ്റ് ISL ഫാൻറ്റസി ഇപ്പം പോയ മാച്ച് വീക്ക് 2 ബെസ്റ്റ് ടീമിൽ ഗോൾ കീപ്പറായിട്ട് അമരീന്ദർ ഉണ്ട്. ഡിഫൻസിലാവട്ടെ ഫോള്, അതുപോലെ സുഭാഷിഷ് ബോസ്, പിന്നെ സന്ദീപ്, രാഹുൽ ബേക്കെ എന്നിവർ ഉൾപ്പെടുന്നു. അത് മധ്യനിരയിൽ ജിതിനുണ്ട്, ചാങ്തയുണ്ട്, നോഹുണ്ട്. മുന്നേറ്റ നിരയിൽ ഇപ്പോൾ മുംബൈ സിറ്റി FCയുടെ കാരലിസ്, അതുപോലെ തന്നെ ജോർഡൻ മുറയുണ്ട്. കൂടാതെ സുനിൽ ഛേത്രിയുമുണ്ട്. ഇതാണ് പോയ മാച്ച് വീക്കിലെ ISL ഫാൻറ്റസി ഓഫ് ദി വീക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ടീം. ഏതായാലും അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ISL കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുകയാണ്. വമ്പൻ ടീമുകളോടും മറ്റ് ടീമുകൾ പോരടിച്ച് നിൽക്കുന്നു. കിടിലൻ പോരാട്ടങ്ങൾ, കിടിലൻ ഫൈറ്റ് ബാക്കുകളൊക്കെ നമ്മൾ കാണുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.